താരസംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷ്, ശ്വേതാ മേനൻ, രവീന്ദ്രൻ തുടങ്ങിയവർ പത്രിക നൽകി. മുൻ ഭാരവാഹികളായ നടൻ ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ജയൻ ചേർത്തല വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും പത്രിക നൽകിയിട്ടുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വനിതകൾ മത്സരിക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് നടി സരയു പറഞ്ഞു. ഭയക്കാതെ എല്ലാവരും മുമ്പോട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാവർക്കും ഈക്വൽ പങ്കാളിത്തത്തോടുകൂടി മുമ്പോട്ട് വരാൻ സാധിക്കുന്നു. സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത് തന്നെയാണ്. ഞങ്ങൾ കോടതിയല്ല, ഞങ്ങളുടെ ഗ്രൂപ്പായിട്ടുള്ള ഒരു 500 പേർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അവരുടെ നല്ല കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ടീമാണ്. സോ ഞങ്ങളുടെ ഫോക്കസ് എപ്പോഴും അത് തന്നെയായിരിക്കും. അതിനുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് കാൻഡിഡേറ്റ്സ് തന്നെ വരട്ടെ, നന്നായിട്ട് അവർക്ക് മത്സരിക്കാൻ സാധിക്കട്ടെ, പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്നുള്ള ആഗ്രഹം. അമ്മ തെരഞ്ഞെടുപ്പിൽ ആരോപണ വിധേയർ മാറി നിൽക്കുന്നതാണ് അന്തസ് എന്ന നടൻ അനൂപ് ചന്ദ്രൻ. ആരോപണ വിധേയരെയും ക്രിമിനലുകളെയും കളഞ്ഞ് അമ്മയെ ശുദ്ധീകരിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. ഇത്തവണ ജൂനിയേഴ്സ് കൂടുതലായി മത്സരിക്കുന്നുണ്ട് എന്നത് പ്രത്യേകതയാണ് എന്നും അനൂപ് ചന്ദ്രൻ പറഞ്ഞു. ഈ ആരോപണ വിധേയരായി മത്സരിക്കാതിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു മര്യാദയാണ്. ഇതൊരു സന്നദ്ധ സംഘടനയാണ്, ഇതൊരു ചാരിറ്റി സംഘടനയാണ്. ആ സംഘടന മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് അത്തരം മൂല്യമുള്ള ആൾക്കാർ തന്നെ ഈ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഈ പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാവരും ചിന്തിക്കേണ്ടത്. അങ്ങനെയാണ്. ആരോപണ വിധേയരും ക്രിമിനൽസും ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും വെളിയിൽ കളഞ്ഞ് ഇത് ശുദ്ധമാക്കി ഒരു നല്ല അമ്മയാക്കി, ഒരു സമൂഹത്തിന്റെ അമ്മയാക്കി ഇതിനെ മാറ്റേണ്ട ഉത്തരവാദിത്വം മുഴുവൻ അമ്മ അംഗങ്ങൾക്കും ഉള്ളതാണ്. ഇത്തവണ എന്തായാലും ഗൌരവമായ മത്സരമുണ്ട് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. പക്ഷേ എങ്കിലും എന്താ പറയുക, പഴയ പോലെ സീനിയേഴ്സ് ഇല്ലാത്ത ജൂനിയേഴ്സിന്റെ ഒരു മത്സരമാണ്. ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ലിഡിയ, നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ്. മത്സരരംഗത്ത് ആരൊക്കെയുണ്ട്? മത്സരം എത്രത്തോളം ശക്തിയുള്ളതായിരിക്കും? അമൃത, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചിരിക്കുന്നു. 74 പേരാണ് നിലവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിൽ തന്നെയും ഇനിയും അത് ഒരാൾ തന്നെ പല പോസ്റ്റുകളിലേക്ക്, 6ഓളം പോസ്റ്റുകളിലേക്ക് ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. അതിനാൽ ആരൊക്കെ ഏതിലേക്ക് മത്സരിക്കുമെന്നതിനെ സംബന്ധിച്ച് ഇനിയും തീരുമാനമാകേണ്ടതുണ്ട്. ഒരു പോസ്റ്റിലേക്ക് മാത്രമേ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പത്രിക പിൻവലിക്കുന്നതടക്കമുള്ള നടപടികൾ ഇനിയും ബാക്കിയാണ്. പക്ഷേ ഇത്രയും നോമിനേഷനുകൾ വന്ന സ്ഥിതിക്ക് നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മത്സരം കടക്കുക തന്നെയാണ്. നടൻ ജഗദീഷാണ് മത്സര രംഗത്ത്. നടൻ ജഗദീഷ് വന്നതോടെ വലിയ രീതിയിലുള്ള ശക്തിയേറിയ വാശിയേറിയ പോരാട്ടം തന്നെയാകും ഇത് എന്നതിൽ സംശയമില്ല. നടൻ ജഗദീഷും ഒപ്പം ശ്വേതാ മേനോനും നടൻ രവീന്ദ്രനുമാണ് നിലവിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. മുൻ ഭരണസമിതിയിലെ അംഗങ്ങൾ കൂടി ഇത്തരത്തിൽ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നുണ്ട്. അതായത് ജയൻ ചേർത്തല വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൂടി മത്സരിക്കുന്നുണ്ട്. അതിൽ 2 അഭിപ്രായം സംഘടനയ്ക്കുള്ളിൽ തന്നെയുണ്ട്. ആരോപണ വിധേയർ മാറി നിൽക്കണമെന്ന അഭിപ്രായം സംഘടനയ്ക്കുള്ളിൽ തന്നെയുള്ള ആളുകൾക്ക് ഉണ്ട്. അതിൽ തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അന്തിമ ചിത്രം, അല്ലെങ്കിൽ ആരൊക്കെ ഏതൊക്കെ പോസ്റ്റുകളിലേക്ക് മത്സരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ചിത്രം വരണമെങ്കിൽ നാളെയാകും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ശരി ലിഡിയ.